ഗൈസ്, വെൽക്കം ടു ടോസാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ BTC ഇന്നലെ നമ്മൾ 110K കണ്ടു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ ഡെയിലി 130K എന്ന് പറഞ്ഞ ഡെയിലി ചലഞ്ചൊക്കെ തുടങ്ങിയിരുന്നു. പിന്നെ ഇതിടാൻ പറ്റില്ല. എന്നാലും നിങ്ങൾക്കറിയാലോ, നമ്മൾ ഡേയ്സ് പറഞ്ഞല്ലോ, 100 ഡേയ്സ് ചലഞ്ച് ആണല്ലോ. അപ്പോൾ ആ ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതനുസരിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്കായിട്ട് ഞാൻ എന്ത് ചെയ്യുക, ഷോർട്ട് വീഡിയോസ് ഇടാം. ഇപ്പോൾ BTC 110K എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ 102, ഇപ്പോൾ അന്ന് 101ലേക്ക് ജസ്റ്റ് ഒരു വിക്ക് വന്നിരുന്നു. അപ്പൊ നമ്മള് മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, കുറേ നാളായിട്ട് 92 സപ്പോർട്ട് പിടിക്കാൻ ശ്രമിക്കുന്നു. 93ന്റെ അവിടുന്ന് ഏകദേശം 71ലേക്ക് വരെ പോകുന്നു. ആ സമയം തന്നെ 109 എന്ന് പറഞ്ഞ വലിയ റെസിസ്റ്റൻസ് തട്ടുന്നു. വീണ്ടും 99 ബ്രേക്ക് ആവുന്നു. 72ലേക്ക് പോകുന്നു. 93 പിടിക്കുന്നു. വീണ്ടും 109ലേക്ക് പോകുന്നു. വീണ്ടും ഒന്ന് 102ലേക്ക് ടച്ചപ്പ് ചെയ്യുന്നു. അപ്പൊ 104 എന്ന് പറയുന്ന, അല്ലെങ്കിൽ 102ന്റെയും 104 ഇടയിലുള്ള ആ സ്ട്രോങ് സപ്പോർട്ട് BTC പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഉള്ളത് 109K എന്ന് പറയുന്നതാണ്. നമുക്കറിയാം ഓൾ ടൈം ഹൈൻ്റെ ജസ്റ്റ് അടുത്താണുള്ളത്. 108,900 എന്ന് പറയുന്ന പോയിന്റ് നിരന്തരമായിട്ട് ടച്ച് ചെയ്യുകയും അവിടെ നിന്നൊക്കെ റിജക്ഷൻ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഒരു വിക്കുകൾ വന്നിരുന്നു. അന്ന് 111ൻ്റെ അടുത്തേക്ക് ഓൾ ടൈം ഹൈ വന്നു. വീണ്ടും ഒരിക്കൽ 109ലേക്ക് വന്നു. ഇന്നിപ്പോൾ വീണ്ടും ശ്രമങ്ങൾ നടക്കുകയാണ്. അങ്ങനെ ഓരോ റെസിസ്റ്റൻസും ഇങ്ങനെ സപ്പോർട്ടാക്കിയിട്ടാണ് BTCൻ്റെ മൂവ്മെൻറ്റ്. നമ്മൾ പറഞ്ഞ പോലെ അപ് ട്രെൻഡ് മാസമാണിത്. ഏകദേശം 8 ആഴ്ച, ഇതിപ്പോൾ ഒരു മൂന്നാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ നാലാമത്തെ ആഴ്ച വരാൻ പോകുന്നത്. അവസാനത്തെ ആഴ്ചകളായിരിക്കും ആൾട്ടിനൊക്കെ കുറച്ചും കൂടിയും കൂടുതൽ ഒപ്റ്റിമിസം, കൂടുതൽ ആൾക്കാർ വരികയും കൂടുതൽ ഇതുണ്ട്. ആൾട്ടിനെ സംബന്ധിച്ചിടത്തോളം 250 ബില്യൺ എന്ന് പറയുന്ന ബേസിക് സപ്പോർട്ടിൽ നിൽക്കുകയാണ്. അവിടുന്ന് ഒരു മൂവ്മെൻറ്റ് കിട്ടിയാൽ 315, കഴിഞ്ഞ പ്രാവശ്യത്തെ ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് 415 ബില്യൺ ടോട്ടൽ മാർക്കറ്റ് ക്യാപ്പ്. അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ അപ് ട്രെൻഡ്, അത് BTC 70K 100K ഉണ്ടായപ്പോൾ നമ്മളെല്ലാ ആൾട്ടും വലിയ ഗ്രോത്ത് ഉണ്ടായിരുന്നു. ഉദാഹരണം ഡോജ്, സൊളാനോ, എല്ലാ കോയിൻസും, നമ്മൾ 10Xലെ പല കോയിൻസും നല്ല ഗ്രോത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം കോയിൻസുകളൊക്കെ ഇപ്പോൾ ബേസ് സപ്പോർട്ടിലാണ് ഉള്ളത്. ഇവിടുന്ന് ഒരു മൂവ്മെൻറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതുണ്ട്. ഞാൻ ഇതിൻ്റെ അടുത്ത് ടെലഗ്രാമിൽ ഇട്ട പോലെ 150K എന്ന് പറയുന്നതൊന്നും, അല്ലെങ്കിൽ അബോവ് 130K എന്ന് പറയുന്നതൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ വലിയ ദൂരമല്ല. കാരണം 70K നിന്ന് 110Kയിലേക്ക് വരാൻ വലിയ സമയമൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അതെന്ന് പറയുന്നത് ഏകദേശം 40Kൻ്റെ ഗ്രോത്താണ്. ആ 40Kൻ്റെ ഗ്രോത്ത് എവിടുന്ന് വേണ്ടു? 150Kയിലേക്ക് ഇവിടുന്നും വേണ്ടു എന്നുള്ളത് നമ്മൾ തോട്ട് പ്രോസസ്സ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം. ആ സമയങ്ങളിലാണ് ഈ പറയുന്ന ഈ ട്രംപ്, ഇലോൺ മാസ്കിൻ്റെ കഥകളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. അതിൻ്റെ ഇപ്പോൾ ആ ട്വീറ്റ് ഡിലീറ്റ് ആക്കി, ഞാൻ ലാസ്റ്റ് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ട്വീറ്റ് ഡിലീറ്റ് ആക്കി ഇപ്പോൾ ഒന്ന്, ഞാൻ അന്നേരം നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ ഇലോൺ മാസ്കിന് എത്രത്തോളം അതിനെ എതിർത്ത് നിൽക്കാൻ പറ്റില്ല. കാരണം കൂടുതൽ ഓൾറെഡി ഈ പറയുന്ന ടെസ്ലേൻ്റെ ഷെയറൊക്കെ ഡൗൺ ആണ്. അപ്പോൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഏരിയ അവിടെയുണ്ട്. അതേപോലെ ഈ പറയുന്ന ട്രംപിൻ്റെ മക്കളൊക്കെ വലിയ രീതിയിൽ നിരന്തരം അവരൊക്കെ വായ തുറന്ന ക്രിപ്റ്റോ അല്ലെങ്കിൽ ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ അവർ മനസ്സിലാക്കേണ്ടത്, പ്രത്യേകിച്ച് USDT ഒക്കെ. നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവും ഇന്നിപ്പം വേൾഡിൽ ഇപ്പോൾ USDTൻ്റെ പ്രാധാന്യം എത്രത്തോളമാണെന്ന്. കാരണം ഏത് രാജ്യത്ത് പോയാലും ഏത് കറൻസിയും, പണ്ടൊക്കെ ഒരു വലിയ പ്രശ്നമായി മാറിയ ഒരു കാര്യമാണ് കറൻസി എക്സ്ചേഞ്ച് ഒക്കെ. ഇന്നൊരു USDT ഇല്ല ഒരാൾക്ക് ഏത് രാജ്യത്തേക്ക് പോയാലും കൺവേർഷനൊക്കെ വളരെ എളുപ്പമാണ്. ഈ ഡോളറൊക്കെ വെക്കുന്നത് പോലെ, ഡോളർ എന്ന് പറഞ്ഞാൽ നമുക്ക് കെയ്മ ക്യാഷ് അല്ലെങ്കിൽ അവിടുത്തെ ബാങ്ക് അക്കൗണ്ട്, ഒരു മനുഷ്യന് ഇപ്പോൾ ഡോളർ കൈമ പിടിക്കണമെങ്കിൽ ഒരു എമൗണ്ട് ഉണ്ട്. അദ്ദേഹത്തിന് അല്ലെങ്കിൽ ഒരു അമേരിക്കൻ ബാങ്ക് വേണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സെറ്റപ്പ് വേണം. അപ്പോൾ അങ്ങനെ ഇല്ലെങ്കിൽ ഈ പറയുന്ന എക്സ്ചേഞ്ച് വഴി വാങ്ങി നമ്മളെ അക്കൗണ്ടിലേക്ക് മാറ്റി അത് ആ നാട്ടിലെ കറൻസി ആക്കി, അത്രയും പ്രശ്നമുണ്ട്. പക്ഷേ ഒരു USDT ഒരു ഗ്ലോബലി അംഗീകരിക്കുന്ന സമയത്ത് എന്ന് വെച്ചൊക്കെ, ഒരാളെ ഗെയിമിൽ ഒരു വാലറ്റ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഏത് രാജ്യത്ത് പോയാലും ജസ്റ്റ് ഒരു കൺവേർഷൻ അദ്ദേഹത്തിന് തന്നെ ചെയ്യാം. അത് ആ ആപ്പിലുണ്ടാവും അല്ലെങ്കിൽ ആ വാലറ്റിലുണ്ടാവും. ഇന്നിപ്പോൾ ഞാനിപ്പോൾ ജോർജിയയിലുണ്ടെന്ന സമയത്തൊക്കെ അവിടെ ATMലൊക്കെ പോയി നമ്മൾ ജസ്റ്റ് സ്കാൻ ചെയ്താൽ നമുക്കത് മാറ്റാൻ പറ്റും. ഇന്ന് UAEയിലൊക്കെ നിങ്ങൾ ചോദിച്ച പല ഇപ്പോൾ പറയുന്ന ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഈ മൊബൈൽ റീചാർജ്, അല്ലെങ്കിൽ പല ഗവൺമെൻറ്റിൻ്റെ സെറ്റപ്പിലൊക്കെ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, USDT വെച്ച് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത്രയും ഒരു വിപ്ലവം തൊട്ടടുത്ത് നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾ ചിന്തിച്ചു, ഇപ്പോൾ 2025, ഒരു 2018 അല്ലെങ്കിൽ 20 ഇത്ര അധികം USDTക്ക് ആ ഒരു പവർ ഉണ്ടായിരുന്നു, ഇത്ര അധികം സ്വാധീനം ഉണ്ടായിരുന്നു, ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരു 5 വർഷത്തിൻ്റെ ഗ്യാപ്പിൻ്റെ ഇടയിൽ ഇത്രയും മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ വരും കാലങ്ങളിൽ ഇപ്പം ഒരു 10 വർഷം കൂട്ടുക, അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 10 വർഷത്തിൻ്റെ ഇടയിൽ വലിയ മാറ്റം വരുമ്പോൾ നമുക്ക് എന്താണ് നാട്ടിലെ USDT, എന്താണ്, എങ്ങനെയാണ് ഈ സാധനം വാങ്ങുക, എങ്ങനെയാണ് കൺവേർഷൻ എന്നുള്ള ബേസിക് ഐഡിയ ഇല്ലെങ്കിൽ നമ്മളെപ്പോഴും ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഉദാഹരണത്തിന് ഒരു 2015 അല്ലെങ്കിൽ ഒരു 18 സമയത്ത് ഇത്തീരത്തിനെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് എങ്ങനെ ഇത്തീരം വാങ്ങേണ്ടതെന്ന് അറിയില്ല, എങ്ങനെ USDT എന്ന് പറഞ്ഞ സാധനം വാങ്ങേണ്ടതെന്ന് അറിയില്ല, എങ്ങനെ ക്രിപ്റ്റോ വാങ്ങേണ്ടതെന്ന് അറിയാത്ത ഒരു സൊസൈറ്റിയിൽ നിന്ന് 2025ലേക്ക് ഒരു 20-30% ജനങ്ങൾക്ക് എന്താണ് സംഭവം എന്നറിയാം. നിങ്ങൾ നാട്ടിലിറങ്ങി ചോദിച്ചു നോക്കിയേ, എന്താണ് USDT, അല്ലെങ്കിൽ USDTനെ കൊണ്ടുള്ള ഗുണങ്ങൾ, അല്ലെങ്കിൽ എന്താണ് ഇത്തീരം എന്ന് വെച്ചാൽ ഇപ്പോഴും പലർക്കും അറിയില്ല. അല്ലെങ്കിൽ അറിയാം, അതെന്തോ വലിയ ടാസ്ക് പോലെ. ഈവൻ P2Pനെ കുറിച്ചൊക്കെ
എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് നോക്കിയാൽ നിങ്ങൾ ഒരാൾക്ക് എങ്ങനെ USDT വാങ്ങാന്ന് പറഞ്ഞാൽ P2P വേർഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ അവിടുന്നാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ വന്നിട്ട് നിൽക്കുന്നത് 2025. അപ്പോൾ വരും കാലങ്ങളിൽ നിങ്ങൾ ഇതിൻ്റെ അപ്ഡേഷൻ നിങ്ങൾ ഇത്രയും അപ്ഡേറ്റഡ്, എനിക്കറിയാം ഒരുപാട് പ്രവാസികളുണ്ട് ഇവിടെ. വയസ്സെന്ന് ചോദിക്കുമ്പോൾ 45 ആയിരിക്കാം, 50 ആയിരിക്കാം, 60 ആയിരിക്കാം. പക്ഷെ അവർ ഇന്ന് പല 18, 17 അല്ലെങ്കിൽ 20, 25 വയസ്സുള്ള പിള്ളേരേക്കാൾ അപ്ഡേറ്റഡ് ആണ്. ആ 20, 24 വയസ്സുള്ള പിള്ളേരോട് എന്താണ് ക്രിപ്റ്റോ, എന്താ USDT എന്ന് വെച്ചാൽ അറിയില്ല. പക്ഷെ 60, 55, 40 അത്ര വയസ്സുള്ള എത്ര പ്രവാസികളുണ്ടെന്നറിയാം. പ്രവാസികളിൽ അല്ലാത്തവരോടും ഇതിനെക്കുറിച്ച് നല്ല ധാരണയും ഇതിൻ്റെ മാക്സിമം യൂട്ടിലൈസേഷൻ നടത്തുന്ന എത്രയോ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എത്രത്തോളം അപ്ഡേറ്റഡ് ആണ് അവർ എന്ന് പറയുന്നത്. ഇന്നത്തെ യൂത്തിനേക്കാൾ അപ്ഡേറ്റഡ് ആയിട്ട് മാറുന്നുണ്ട്. ഈ അപ്ഡേറ്റഡ് നമ്മൾ എന്നും ഉണ്ടാണ്. കാരണം 2035 അല്ലെങ്കിൽ അത്തരം ഒരു കാലയളവിൽ ഉണ്ടാകുമ്പോൾ ഇതിനൊക്കെ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുക. ഇതില്ലാത്തതുകൊണ്ട്, ഇതിനെക്കുറിച്ച് ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ട് പല രാജ്യത്തും ബിസിനസ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ആ ബിസിനസ് വ്യാപിപ്പിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വരെ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഇടയിൽ പല രാജ്യങ്ങളിലും ബിസിനസ് ചെയ്യുന്നവരുണ്ട്. അവർക്കൊന്നും ഒരു പൂർണ്ണമായിട്ട് ഇത് അറിഞ്ഞില്ലെങ്കിൽ വരും നാളുകളിൽ ഇത് ശരിയായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ പറയുന്ന ഇന്ന് കാണുന്ന വീഡിയോ അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ അതിനായിട്ട് ബന്ധപ്പെട്ട് അറിയാൻ ശ്രമിക്കുന്നതും ഈ പറയുന്ന കോയിൻ വാങ്ങുന്നതൊക്കെ ഫ്യൂച്ചറിലേക്ക് ഒരു വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് നമ്മുടെ ഉള്ളിലേക്ക് വരണം. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ എന്തുകൊണ്ടാണ് ഈ അമേരിക്കൻ പ്രസിഡന്റ് അല്ലെങ്കിൽ ഈ പറയുന്ന ട്രംപിൻ്റെ മക്കളൊക്കെ അല്ലെങ്കിൽ ഗ്ലോബൽ ക്രിപ്റ്റോ സമ്മിറ്റുകൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്? എന്തിനാണ് ഈ മൈക്രോ സ്ട്രാറ്റജി ബ്ലാക്ക് റോക്കിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ആപ്പിൾ ആയാലും ഈ പറയുന്ന വേൾഡിലെ റിയൽ എസ്റ്റേറ്റ് ആയാലും ഗവൺമെൻറ് ആയാലും എല്ലായിടത്തും അവരുണ്ട്. അവരെന്തിനാണ് ഈ 2023 അല്ലെങ്കിൽ 24ലേക്ക് ഒരു ക്രിപ്റ്റോയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റീന്? 2024 അവർ വന്നത്. അവർ ETF അനൗൺസ് ചെയ്യുന്നു. 2024 അവർ കടന്നു വരുന്നു. അപ്പോൾ അവരെന്നെ വന്നത് 2024 നമ്മളൊരു 2021 22 ഇതിലേക്ക് സജീവമായെന്ന് പറഞ്ഞാൽ ഈവൻ ബ്ലാക്ക് റോക്കിന് മുമ്പേ നമ്മൾ മാർക്കറ്റിൽ വന്നു എന്നുള്ളതാണ്. അപ്പോൾ അവർ ഈ ഇതിലേക്ക് വരണം എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ അവരെപ്പോഴാണ് ആപ്പിളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തത് നോക്കി നോക്കിയേ. അവരെപ്പോഴാണ് വലിയ വലിയ ഇന്നത്തെ വലിയ ആമസോൺ പോലുള്ള കമ്പനിയിൽ എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് നോക്കി നോക്കിയേ. ചിലപ്പോൾ നമ്മളൊന്നും അതിനെക്കുറിച്ച് അറിയാൻ പോലും സാധ്യതയില്ലാത്ത സമയത്തായിരിക്കും അവരൊക്കെ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അവിടെയാണ് പോയിന്റ്. അവർ ഈ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഉദ്ദേശിക്കുന്നത് ഒരു 10 ഇയർ ഗ്യാപ്പ് ആയിരിക്കും. അല്ലെങ്കിൽ ഒരു 10 ഇയർ ആഫ്റ്ററുള്ള ഗ്രോത്ത് ആയിരിക്കും. അവിടെയാണ് നമ്മൾ ഇത്ര സജീവമായിട്ട് ഉണ്ടാകുന്നത്. ഈ ഒരു തോട്ട് പ്രോസസ്സിലായിരിക്കണം നമ്മൾ. അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഡിപ്രസ്ഡ് ആയിരിക്കും. മാർക്കറ്റ് ഇങ്ങനെയാണ്, ആൾട്ട് ഇങ്ങനെയാണ്, ഈ കോയിൻ ഇങ്ങനെയാണ്. അത് മാത്രമല്ല, അതൊരു ശരി തന്നെ. പക്ഷെ അത് മാത്രമല്ല, നിങ്ങൾ ഇതിൻ്റെ അതിലെ എല്ലാ ചുറ്റുവട്ടുള്ള ബൗണ്ടറീസും ഓരോ വാൾസും ഓരോ സ്റ്റോൺസും നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം കാര്യങ്ങൾ ഡീൽ ചെയ്യുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് കൂടുതൽ അറിവുണ്ടാകാൻ ശ്രമിക്കും. കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കും. ഇതിൻ്റെ സാധ്യതകൾ അറിയാൻ ശ്രമിക്കും. അങ്ങനെ എന്ത് ചെയ്യപ്പെടും. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ XRP റിലേറ്റഡ് ആയിട്ടുള്ള പല ഈ പറയുന്ന ഈ ചൈനയിൽ തന്നെ ഈ ബസ്സിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനി അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കുറേ പൊട്ടൻഷ്യൽ, വെറ്റിൻ്റെ ഈ BMW റിലേറ്റഡ് ആയിട്ട് അതിൻ്റെ പൊട്ടൻഷ്യൽ, അങ്ങനെ പല കോയിൻസിനും ഉണ്ടാകുന്ന അതിൻ്റെ ബ്ലോക്ക് ചെയിൻ വെച്ചിട്ട് ചെയ്യാൻ പോകുന്ന കുറേ കാര്യങ്ങൾ. AI നാട് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല വേർഷനും ബ്ലോക്ക് ചെയിനും ഭരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ യൂട്ടിലൈസേഷൻ നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളൊരു തോട്ട് പ്രോസസ്സിൽ വേണം. ഇപ്പോൾ ഈ പറയുന്ന ട്രോണ് നമ്മൾ TRC20 അല്ലെങ്കിൽ ആ ഒരു ഇതിലൊക്കെ ഒരുപാട് USDT ട്രാൻസ്ഫർ ഒക്കെ നടക്കും. ഓരോ പ്രാവശ്യം ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഓരോ ശതമാനം ട്രോൺ യൂട്ടിലൈസേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ട്രോണിൻ്റെ പൊട്ടൻഷ്യൽ അങ്ങനെയുണ്ട്. BNBയിൽ അങ്ങനെ ചില ട്രാൻസ്ഫർ ഒക്കെ നടക്കുന്നത് വലിയ രീതിയിൽ. പ്രത്യേകിച്ച് ട്രോണിൻ്റെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കഴിഞ്ഞ കുറേ നാളായിട്ട് ട്രോൺ ഒരു സ്റ്റേബിൾ വാല്യൂവിൽ നിൽക്കുന്നുണ്ട്. നമ്മളൊക്കെ എനിക്ക് ഓർമ്മ 2020 അതിൻ്റെ 0.2 അങ്ങനെ എന്തോ ചെറിയ ₹1 താഴെയുണ്ടായ കോയിനാണ്. ഇന്ന് കുറേയായി 0.24. മാർക്കറ്റ് എത്ര ഡൗൺ ആയാലും 0.24ൻ്റെ അല്ലെങ്കിൽ 0.22ൻ്റെ അടിയിൽ പോകുന്നില്ല. അപ്പ് ആവുന്ന സമയത്ത് 0.27ലേക്ക് പോകുന്നത്. കാരണം ഡെയിലി ട്രാൻസാക്ഷനിൽ ഇങ്ങനെ ബേൺ ഔട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് തന്നെ അറിയാലോ എത്ര ടോൺ ഒരാൾ USDT ട്രാൻസ്ഫറിൻ്റെ അടുക്ക് വാങ്ങുന്നുണ്ട്, എത്ര ഇതാവുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഇത്തീരിയം സ്മാർട്ട് ചെയിൻ, സൊളാന സ്മാർട്ട് ചെയിൻ, സോയിൻ്റെ ഇതിൻ്റെ ഇടയ്ക്ക് നെറ്റ്വർക്ക് ഡൗൺ ആയതിന് പോലും അതിൻ്റെ പൊട്ടൻഷ്യൽ കാരണം വീണ്ടും അത് തിരിച്ചു വരാൻ ശ്രമിക്കുന്നു. അങ്ങനെ പല കോയിൻസിലും ഹെവി പൊട്ടൻഷ്യൽ ഉണ്ട്. ഇത് ബ്ലോക്ക് ചെയിൻ എൻ്റെ ട്രാൻസ്ഫർ ഒക്കെ നടക്കുന്ന ഈ ട്രോൺ പോലുള്ള കോയിൻസുകളൊന്നും നമ്മൾ തീരെ മൈൻഡ് ആക്കാതിരിക്കരുത്. ഞാൻ ട്രോൺ എന്ന് പറഞ്ഞ സെപ്പറേറ്റ് വീഡിയോ അതിനെക്കുറിച്ച് ഡീറ്റെയിലിംഗ് ഒക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മനസ്സിലാവും.